ഏയ് മിത്രമേ, ധ്യാനമോ അതോ മനോരാജ്യമോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഗോനഗന്ന റെഡ്ഡിയെ ബന്ധിയാക്കാൻ കഴിയാത്തതിലുള്ള വിഷമമാണോ? ശത്രുവിനെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിലും അവർ നമ്മളെ കണ്ടെത്തിക്കോളും. പക്ഷെ പ്രണയിനി അങ്ങനെയല്ല. മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷയായാൽ എവിടെ തിരിഞ്ഞാലാണ് കണ്ടെത്തുക? പ്രണയിനിയോ? മനസ്സിലായില്ല. രാത്രി കൗമുദി ഉത്സവത്തിന് ഒരു മിന്നലായി പ്രത്യക്ഷപ്പെട്ടു. കൊടുങ്കാറ്റായി എന്റെ ഹൃദയത്തെ തുളച്ചു. വിശ്വാസം വരുന്നില്ല അല്ലേ? രാത്രി നിന്നെയും കൂടെ കൂട്ടേണ്ടതായിരുന്നു. കണ്ടിരുന്നെങ്കിൽ നീയും എന്നെ പോലെ അനുരക്തനായേനെ. പിന്നെ നമ്മൾ തമ്മിൽ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ടി വരുമായിരുന്നു. ബാല്യമിത്രങ്ങൾ ശത്രുക്കളായി മാറിയേനെ. അങ്ങനെയെങ്കിൽ എനിക്കൊന്ന് കാണണം. അത് വേണ്ട, അവള് നിന്റെ ജ്യേഷ്ഠത്തെ ആകേണ്ടവള്. ഇനി മംഗല ദിവസം കാണാം. അവിടെ നിൽക്കട്ടെ. ഒരു പെൺകുട്ടിയെ കണ്ട മാത്രയിൽ തന്നെ ഗോനഗന്ന റെഡ്ഡിയുടെ കാര്യം വിസ്മരിച്ചു നീ. ഗോനഗന്ന റെഡ്ഡി അവൻ ആകാശത്തിൽ ഗരുഡനാണ്, ജലാശയത്തിൽ മുതലയും. വളരെ എളുപ്പമല്ലെങ്കിലും അവനെ ഞാൻ ബന്ധിച്ചിരിക്കും. ആകട്ടെ, ഗന്ന റെഡ്ഡി പിടിക്കപ്പെടുന്നത് വരെ നീ ഏകശിലാ നഗരം വിട്ട് പുറത്തു പോകരുത്. പോകാൻ പറഞ്ഞാലും പോകില്ല, നാട് കടത്തിയാലും പോകില്ല. ഗോനഗന്ന റെഡ്ഡിയെ മാത്രമല്ല, ആ ഭൂലോക സുന്ദരിയെ കണ്ടെത്തുന്നത് വരെ ഞാൻ പോകില്ല. 7 കോട്ട ചുമരുകൾ പൂർത്തിയാക്കാനായി ഗണപതി ദേവന് 7 ജന്മങ്ങൾ വേണ്ടിവരുമെന്ന് കരുതി 7 മാസങ്ങൾ കൊണ്ട് 2 ചുമരുകൾ പൂർത്തിയാക്കി 3ാമത്തത് ആരംഭിക്കുകയും ചെയ്തു. പ്രഭു, കോട്ട ചുമരുകൾ പടുത്തുയർത്താൻ എവിടെയൊക്കെ പാറകൾ പൊട്ടിക്കുന്നുവോ അവിടെയൊക്കെ നിധികുംഭങ്ങൾ കണ്ടെത്തുകയാണ്. അതെ പ്രഭു. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന നിധിയിൽ പണിതീരാതെ നിൽക്കുന്ന 7 കോട്ട ചുവരുകളും പൂർത്തിയാക്കും. സപ്തമാതൃകാ സ്വരൂപമായി ഈ ദേശത്തെ കാത്തുരക്ഷിക്കും ആ പെൺകുട്ടി. നിധികുംഭം ലഭിക്കുമെന്ന പ്രവചനം സത്യമായെങ്കിൽ ഗണപതി ദേവന് പെൺസന്തതി ജനിക്കുമെന്ന് പറഞ്ഞത് സത്യമാകണ്ടേ? ആ സുന്ദരിയുടെ കയ്യിൽ നാഗദേവൻ കണ്ട രാജമുദ്രയുടെ രഹസ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ രുദ്രദേവൻ ആരാണ്? എന്തുകൊണ്ടാണ് അയാൾ വിവാഹം കഴിക്കാത്തത്? യുവരാജന് വിവാഹമോ? അതെന്താ? രുദ്രദേവൻ ഭീഷ്മരെ പോലെ വിവാഹം കഴിക്കില്ലെന്ന് ശപഥമെടുത്തിട്ടുണ്ടോ? അതോ ശിഖണ്ഡിയെ പോലെ ആണത്തമില്ലാത്തവനോ? ഇതെന്റെ ചോദ്യമല്ല, പ്രജകളുടെ സംശയമാണ്. അവരുടെ വായടപ്പിക്കാനായി ഇതിനേക്കാൾ നല്ലൊരു അവസരം വേറെ കിട്ടില്ലെന്നാണ് എന്റെ ജ്യേഷ്ഠന്റെ അഭിപ്രായം. ബന്ധുക്കളാണെന്ന് തെളിയിച്ചിരിക്കുന്നു. രാജകുടുംബത്തോട് നിങ്ങൾക്കുള്ള സ്നേഹവും ആദരവും കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ്. യുവരാജൻ രുദ്രദേവന്റെ മംഗല്യം നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഗജസാഹിനി ജയസേന രാജന്റെ ദത്തുപുത്രിയായ കോമളാംബയുമായി മീനമാസത്തിൽ മംഗല്യം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചക്രവർത്തിയുടെ പിതൃവ്യപുത്രന്മാരായ ഹരിഹര മുരാരികൾ വേണം ഈ മംഗല്യം നടത്താൻ. യുവരാജന്റെ കല്യാണം നടത്തി കൊടുക്കുമ്പോഴെങ്കിലും ഇവർക്കൊരു പെണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു. യുവരാജൻ ഇത്ര നേരമായും എത്തിയില്ലേ? ഇവിടെ എത്തിയവരെ കുറിച്ച് ചിന്തിക്കാതെ വരാത്ത ആളിനെ കുറിച്ച് ഓർത്താണോ വിഷമിക്കുന്നത്? നിങ്ങളോടൊക്കെ എനിക്ക് എന്താ കാര്യം? ആട്ടെ, വരദക്ഷിണ നൽകുന്നതിന്റെ സ്വർണ്ണരേഖ തയ്യാറായോ? അത് 25,000 അശ്വങ്ങളും 10,000 ഗജങ്ങളും 100,000 ഗോക്കളുമേ ഉള്ളോ? ഗജസാഹിനി ജായപ്പ സേനാനി അവർകൾ വരന് നൽകുന്ന ദക്ഷിണ ഇത്രയുള്ളൂ. രുദ്രദേവ യുവരാജൻ എഴുന്നള്ളുന്നു. വിവാഹ ചടങ്ങെന്ന് വെച്ചാൽ പഴങ്ങളും പലഹാരങ്ങളും കഴിക്കുന്ന ചടങ്ങാണെന്നാ ഈ കുട്ടി ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു അന്തപുരത്തിലേക്കുള്ള രഹസ്യമാർഗം. കൗമുദി ഉത്സവത്തിൽ വെച്ച് കണ്ട ആ മായാമോഹിനി തീർച്ചയായും രാജകുടുംബവുമായി ബന്ധമുള്ളതായിരിക്കും. അമ്മാവാ, ഞാൻ കണ്ടെത്തി. എന്താണ്? അന്തപുരത്തിലേക്കുള്ള തുരങ്കമാർഗം എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. അതെയോ? പറയൂ നാഗദേവ, ആ തുരങ്കം എവിടെയാണ്? അമ്മാവാ, എന്തിനാ ഇത്ര തിടുക്കം? രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം നിങ്ങൾ എനിക്കറിയാമല്ലോ. കാര്യം നേടി കഴിഞ്ഞാൽ
നിങ്ങൾ എന്നെ അടിച്ച് പുറത്താക്കില്ലേ? ശരി, നീ പറഞ്ഞു തരണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അനുസരിക്കണം. തുരങ്കമാർഗത്തിലൂടെ അവിടെ എത്തി നിന്റെ സ്വപ്നസുന്ദരിയെ കണ്ടെത്തി ആഗ്രഹം തീരുവോളം നീ രമിക്കണം. എന്നിട്ട് കതർ മണ്ഡപത്തിലേക്ക് വരുന്നതിന് മുൻപ് യുവരാജൻ രുദ്രദേവനെ വധിച്ചിരിക്കണം. വിവാഹത്തിന്റെ മേൽനോട്ടം ഞങ്ങൾക്കല്ലേ? മാത്രമല്ല, മണ്ഡപം മുഴുവൻ നമ്മുടെ ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അന്തപുരത്തിൽ നിന്റെ കൈകൊണ്ട് രുദ്രദേവനും, മണ്ഡപത്തിൽ ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഗണപതി ദേവനും സേവകരും രാജകുടുംബാംഗങ്ങളും വധിക്കപ്പെട്ടിരിക്കും. പിന്നീട് ഞാനാണ് ഈ കാകതീയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി, ഹരിഹരദേവൻ. രാജകുമാരി, ഇത്ര തിടുക്കമെന്താ? നേരത്തെ വന്ന തിടുക്കാണെന്ന് പറയും. വൈകി വന്നാലോ? സ്ത്രീകൾക്ക് ചമഞ്ഞൊരുങ്ങാൻ ഒരു പകലും രാത്രി മതിയാവില്ലെന്ന് പറയും. സത്യം തന്നെ. അണിഞ്ഞൊരുങ്ങാൻ വൈകുന്നത് ഇപ്പോൾ രാജകുമാരിയല്ല, യുവരാജനാണ്. ഇത്ര നേരമായിട്ടും അദ്ദേഹം വന്നില്ലല്ലോ. പിന്നെ എന്റെ അത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ അടുത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഏത് യുവരാജനായാലും അണിഞ്ഞൊരുങ്ങലും വേഷവിധാനമൊക്കെ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. എന്റെ സംശയം സത്യം തന്നെ. ആ സുന്ദരി ഇവിടെയുണ്ട്. ആദ്യം യുവരാജന് നരകം, അത് കഴിഞ്ഞ് ഇവളുടെ കൂടെ എനിക്ക് സ്വർഗം. യുവരാജ, സ്ത്രീയായിരുന്നു നീ, എന്നിട്ട് കബളിപ്പിക്കുകയായിരുന്നല്ലേ? സ്ത്രീകൾക്ക് രാജ്യഭരണം പാടില്ലാത്തത് കൊണ്ട് ഇത്രയും നാൾ നാടകം കളിക്കുകയായിരുന്നല്ലേ? ഇപ്പൊ നിന്നെ വധിക്കുകയാണെങ്കിൽ ഈ കപട നാടകം ആരും അറിയാതെ പോകും. എന്നാൽ ഈ സത്യം പുറത്തറിയിക്കുകയാണെങ്കിൽ കാകതീയ സാമ്രാജ്യം മുഴുവൻ തകർന്ന് തരിപ്പണമായിക്കോളും. യുവരാജൻ രുദ്രദേവൻ മണിമാളികയിലില്ല. ചാലൂക്യ വീരഭദ്ര, അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചിരിക്കുന്നു. എല്ലായിടത്തും അന്വേഷിക്കാൻ ആളെ ഏർപ്പെടുന്നു. സൈനികരെ, പ്രസാദാദിത്യ സേനാനായകനെ ആചാര്യരെ, മുഹൂർത്തം കഴിയാറായെങ്കിൽ ഈ വാളിന് കാപ്പ് ചാർത്തിയാട്ടെ. നിശ്ചയിച്ച നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ഈ മംഗല്യം നടക്കണം. അതാ നോക്കൂ, ജ്യേഷ്ഠൻ എത്തിക്കഴിഞ്ഞു. മിത്രമേ, എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല, വേറെ മാർഗത്തിലൂടെ വന്നു. കാലന്റെ ജന്മമാണവൻ. നാഗദേവന്റെ കണ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടു കളഞ്ഞു.
തളർന്നു പോകരുത് അനുജ. അനുഗ്രഹാശിസുകൾക്കായി നവദമ്പതികൾ ഇന്ന് രാജാങ്കണത്തിലേക്ക് പ്രവേശിക്കുമല്ലോ. അവിടെ ഗന്നാറെഡ്ഡിയുടെ പേരിൽ നമ്മുടെ ആൾക്കാരാണ് ഉള്ളത്. അവരുടെ കൈകൾ കൊണ്ട് അവൻ വധിക്കപ്പെടും.